ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൊച്ചു ടി വി തിരിച്ചു വന്നാലോ, അതും ഈ 2025 വർഷം തന്നെ. ഈ വർഷം കഴിയാൻ ഇനിയും 2 മാസം കൂടിയുണ്ട്. അതിനുള്ളിൽ കൊച്ചു ടി വി തിരിച്ചു വന്നാൽ എങ്ങനെ ഇരിക്കും? നമുക്കതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാലോ? അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കൊച്ചു ടി വി നമ്മുടെ പഴയകാലം ഒരുപാട് മനോഹരമാക്കി തന്നൊരു ചാനൽ. 2011 ഈ ചാനൽ വരുന്നത്. അന്നു മുതൽ 2019 വരെ മോശമില്ലാതെ ഈ ചാനൽ പോയി. പക്ഷെ പിന്നീട് ഈ ചാനൽ എന്തൊക്കെ പറ്റിപ്പോയി. ഇന്നും ഈ ചാനൽ തിരിച്ചു വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുകളുണ്ട്. ഓർമ്മയുണ്ടോ, വൈകുന്നേരം 5 മണിയാകുമ്പോൾ നമ്മൾ ടി വിയുടെ മുന്നിൽ ഇരുന്ന് ഓരോ കാർട്ടൂൺസും ആസ്വദിച്ച് കാണുന്ന ദിവസങ്ങൾ. കാലം മാറി, ചാനലുകളും മാറി, പക്ഷേ ആ ഓർമ്മകൾ ഇന്നും മനസ്സിന്റെ കോണുകളിൽ മിന്നുന്നു. എത്രയോ കുട്ടികളുടെ ബാല്യം കൊച്ചു ടി വിയിലാണ് വളർന്നത്. അപ്പോൾ നമ്മൾ നോക്കാൻ പോണത് 2025 കൊച്ചു ടി വി തിരിച്ചു വന്നാൽ എങ്ങനെ ഇരിക്കും? നമ്മളൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. അങ്ങനെ രാവിലെ നമ്മൾ എണീക്കുമ്പോൾ തന്നെ കാണാൻ പോകുന്നത് നല്ല അടിപൊളി കാർട്ടൂൺസ്. രാവിലെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന കാർട്ടൂൺസ് ഡ്രാഗൺ ബോസ്റ്റർ, ലില്ലി. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാർട്ടൂൺസ് തീർച്ചയായും കമന്റ് ചെയ്യണം. പിന്നീട് 10 മണിയാകുമ്പോൾ ജോർജ് ഓഫ് ദ ജംഗിൾ, മാർസുപ്പിലാമി. 11 മണി 12 മണി നമുക്ക് ദോസ്ത് പടാ ദോസ്ത്, സൂപ്പർ വൈ അതുപോലത്തെ കാർട്ടൂൺസുകൾ കാണാം. പിന്നീട് 1 മണിക്ക് ബോണി ബിയേഴ്സ്. ഇപ്പോൾ വരുന്ന കാർട്ടൂൺസ് അല്ല, പണ്ട് കാലത്ത് കൊച്ചു ടി വി വന്നിരുന്ന ബോണി ബിയേഴ്സ്. പിന്നീട് മായക്കണ്ണൻ, ഡിറ്റക്റ്റീവ് രാജപ്പൻ, അങ്ങനെ ഒരുപാട് പഴയ കാർട്ടൂൺസ് ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്ത. അതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ എങ്ങനെ ഇരിക്കും? രാത്രി സമയങ്ങളിൽ ഹാന മോണ്ടാന എന്ന പ്രോഗ്രാമും സ്റ്റുവർട്ട് ലിറ്റിലും ജാക്കി ചാനും ഗ്ലോറിയ സോസും. അതൊരു കാലം തന്നെയായിരുന്നു. നമ്മൾ ഇന്നും ഓർക്കുന്ന നല്ല കാലം, നല്ല നിമിഷങ്ങളായിരുന്നു അതൊക്കെ. ഇതൊക്കെ ആഴ്ചയിൽ വെറും 5 ദിവസം മാത്രം. ഇനി ശനിയും ഞായറും നമ്മൾ ഇപ്പോഴും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന പഴയ മലയാള ഡബിളിലെ ഓരോ അനിമേഷൻ മൂവീസും ലൈവ് ആക്ഷൻ മൂവീസും, ഹോം അലൻ, ബേബീസ് ഡേ ഔട്ട്, അവഞ്ചേഴ്സ്, അതുപോലത്തെ മികച്ച ഓരോ മൂവീസുകൾ. അതുകൂടാതെ തന്നെ ഓരോ ക്രാഫ്റ്റിംഗ് ഷോസും ഡ്രോയിങ് ക്ലാസ്സസും അതുപോലത്തെ ഓരോ അടിപൊളി പ്രോഗ്രാമുകളും. അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് കൊച്ചു ടി വിയിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കാത്ത കുറച്ച് കാർട്ടൂൺസ് ഉണ്ട് ഇനി. പക്ഷെ അതിന്റെ വില നമുക്ക് ഇപ്പോൾ എന്താണെന്ന് മനസ്സിലായി. അതിനൊരു ഉദാഹരണമായിരുന്നു സിഡ് ദ സയൻസ് കിഡ്, സൂപ്പർ വൈ. ഈ കാർട്ടൂൺസുകളൊക്കെ അന്ന് നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ഇപ്പോൾ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല കൊച്ചു ടി വിയിൽ പണ്ട് കാലം എന്ന ഓരോ കാർട്ടൂൺസും നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. നമുക്ക് പേരറിയാത്ത കാർട്ടൂൺസ് വരെ നമ്മളിപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും കൊച്ചു ടി വി ഇപ്പോഴും ഇതുപോലെ പോകുന്നത്? പണ്ട് കാലത്തെ കാർട്ടൂൺസ് എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല? അതിന് മെയിനായി പറയുന്നത് TRP റേറ്റിംഗ് കുറഞ്ഞത് തന്നെയാണ്. പക്ഷെ ഇതുപോലത്തെ കാർട്ടൂൺസ് ഇട്ടാൽ എങ്ങനെ TRP റേറ്റിംഗ് കൂടും? അവർക്ക് ടെസ്റ്റ് ചെയ്യാം. പഴയ കാർട്ടൂൺസ് മാക്സിമം ഒരു 3 കാർട്ടൂൺസ് എങ്ങനെയും തിരിച്ചു കൊടുന്നാണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാകും പഴയ കാർട്ടൂൺസിന്റെ വില എന്താന്ന്. പഴയ കാർട്ടൂൺസിന് വേണ്ടി എത്ര പേര് കാത്തിരിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാകും. ഏതെങ്കിലും ഒരു 3 കാർട്ടൂൺസ് അവർ തിരിച്ചു കൊടുന്നാൽ കൊച്ചു ടി വിയിൽ ചെറിയൊരു മാറ്റമെങ്കിലും കാണാൻ കഴിയും. അതുപോലെ തന്നെ മാസത്തിൽ ഒരിക്കൽ ഒരു ഹോളിവുഡ് മൂവി, അപ്പോഴും ആ മാറ്റം അവർക്ക് കാണാൻ കഴിയും. ആ ഹോളിവുഡ് മൂവി ആണെങ്കിൽ പണ്ട് കൊച്ചു ടി വി ടെലികാസ്റ്റ് ചെയ്തതാണെങ്കിൽ ഉറപ്പായിട്ടും TRP റേറ്റിംഗ് കൂടും കൊച്ചു ടി വിയുടെ. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കും. ഇഷ്ടപ്പെട്ട നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഹൈപ്പ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ.